ഞങ്ങൾ യാത്ര പോവുകയാണ് രത്നങ്ങളുടെ നാട്ടിലേക്ക്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് അതിമനോഹരമായ ഈ നാട്ടിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇടിച്ചു നിരത്തിയ കെട്ടിടങ്ങൾ, കത്തിച്ചാമ്പലായ ഗ്രാമങ്ങൾ, ആരാധനാലയങ്ങൾ, ഒട്ടേറെ വിലപ്പെട്ട മനുഷ്യജീവനുകൾ ഇവിടെ പൊലിഞ്ഞു വീണു, വികൃതമാക്കപ്പെട്ടു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിട്ടില്ല. പരസ്പരം പോരടിക്കുന്ന രണ്ട് ശത്രുരാജ്യങ്ങൾ പോലെയാണ് ഇന്ന് മണിപ്പൂർ സംസ്ഥാനം. ഇംഫാൽ താഴ്വരയുടെ അതിർത്തികളിലും മലയടിവാരങ്ങളിലും ബങ്കറുകൾ നിർമ്മിച്ച് ശത്രുവിനെ വെടിവെച്ചിടാൻ രാപ്പകൽ സന്നദ്ധരായി നിൽക്കുന്ന യുവാക്കൾ. രണ്ടു കൂട്ടർക്കുമിടയിൽ ഇന്ത്യൻ സൈന്യം ബഫർ സോൺ നിർമ്മിച്ചിരിക്കുന്നു. ഇത് ശത്രുരാജ്യങ്ങളുടെ അതിർത്തിയിലെ കാഴ്ചകളല്ല. ഇതാണ് ഇന്നത്തെ മണിപ്പൂർ. എന്നാൽ ഇതായിരുന്നില്ല മണിപ്പൂർ. മാസങ്ങൾക്ക് മുമ്പ് വരെ സമാധാനപൂർണമായ സഹവർത്തിത്വത്തിൽ ഒരുമയോടെ ഇടകലർന്ന് ജീവിച്ചിരുന്നവർ എങ്ങനെ ശത്രുക്കളായി? പോരാട്ടത്തിന്റെയും വിഘടനവാദങ്ങളുടെയും ഇരുണ്ട അധ്യായങ്ങളുടെ ഒരു ചരിത്രമുണ്ട് മണിപ്പൂരിന്. മണിപ്പൂരികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ടവരും നാഗന്മാരുമെല്ലാം മുമ്പ് സ്വന്തമായി ഒരു രാജ്യം ആവശ്യപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പോരടിച്ച നാളുകളുണ്ടായിട്ടുണ്ട്. കുക്കികളാകട്ടെ സ്വന്തമായി ഒരു സംസ്ഥാനത്തിനു വേണ്ടി. 90കളിൽ നാഗന്മാരുടെയും കുക്കികളുടെയും പോരാട്ടത്തിൽ ആയിരക്കണക്കിന് ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് മണിപ്പൂരിന്റെ ഈ മലനിരകളിൽ. പക്ഷേ ഏതാനും വർഷങ്ങളായി പൊതുവെ ശാന്തമായിരുന്നു മണിപ്പൂർ. ഒട്ടുമിക്ക മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഭീകരപ്രവർത്തനങ്ങൾ നിർത്തി സർക്കാരുമായി സന്ധിയിലെത്തിയിരുന്നു. അങ്ങനെ നാളുകളുടെ പോരാട്ടങ്ങൾക്കും വിഘടനവാദങ്ങൾക്കും ശേഷം ജനങ്ങൾ ഒരുമയോടെ ജീവിച്ച അത്ര പഴയതല്ലാത്ത ഒരു ചരിത്രവുമുണ്ട് മണിപ്പൂരിന്. താഴ്വരയിലെ മെയ്തികളും മലനിരകളിലെ നാഗന്മാരും കുക്കികളും അടക്കമുള്ള 35 ഗോത്രവർഗങ്ങളും ഒന്നിച്ചു ജീവിച്ച ഒരു നല്ല ചരിത്രം. ഈ സമൂഹത്തിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചവർ ആരാണ്? ആരാണ് മണിപ്പൂരിനെ കത്തിച്ചത്? ആരാണ് ഇന്ത്യയുടെ മുഖം ലോകത്തിനു മുമ്പിൽ വികൃതമാക്കിയത്? ഇത് എൻ ബിരേൻ സിംഗ്, 2 തവണകളായി മണിപ്പൂരിനെ നയിച്ച മുഖ്യമന്ത്രി. വികസനം മലമ്പ്രദേശത്തേക്ക് എന്ന സന്ദേശവുമായി ഗോത്രവിഭാഗങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച മെയ്തേയ് വിഭാഗത്തിൽ നിന്നുള്ള തന്ത്രശാലിയായ ഭരണാധികാരി. കോൺഗ്രസുകാരനായിരുന്ന ബിരേൻ കേന്ദ്രത്തിൽ ഭരണം മാറിയപ്പോൾ BJP-ക്കാരനായി. മുഖ്യമന്ത്രിയായുള്ള തന്റെ ആദ്യ ഭരണത്തിൽ മണിപ്പൂർ ജനതയുടെ പൂർണ്ണ വിശ്വാസം നേടിയ ബിരേന്റെ നടപടികളെ കുക്കി ഗോത്രവിഭാഗത്തിൽപ്പെട്ടവർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. മ്യാൻമാറിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം, മണിപ്പൂർ യുവതയെ മയക്കിക്കടത്തുന്ന പോപ്പി കൃഷി, അനിയന്ത്രിതമായി വനമേഖലകളിൽ ഉയരുന്ന പുതിയ ഗ്രാമങ്ങൾ, കുക്കി മേഖലയിലെ അസ്വാഭാവികമായ ജനപ്പെരുപ്പം, ഇതെല്ലാം സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തിയത്രേ. വനനിയമം കടുപ്പിച്ചും പോപ്പി കൃഷി നശിപ്പിച്ചും അനധികൃതമെന്ന പേരിൽ ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചെടുത്തും ബിരേൻ കടുത്ത നടപടികളിലേക്ക് കടന്നതോടെ കുക്കി വനമേഖലകളിൽ ചെറുത്തുനിൽപ്പുകൾ ആരംഭിച്ചു. താഴ്വരയിലെ മെയ്തികളുടെയും മെയ്തേയ് മുസ്ലിം പങ്കൽസിന്റെയും അടക്കം വനഭൂമിയിലെ മറ്റ് കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബിരേൻ അവകാശപ്പെടുന്നു. എന്നാൽ ശക്തമായ എതിർപ്പുണ്ടായത് കുക്കി ഗോത്രമേഖലയിലാണ്. അതിൽ തന്നെ എതിർപ്പ് ഏറ്റവും ശക്തമായത് ചുർച്ചാൻപൂരിലും. 2023 ഫെബ്രുവരിയിൽ ആരംഭിച്ച ചെറുത്തുനിൽപ്പുകൾ ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുന്നതിലേക്കും
മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന വേദിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഒരു ജിംനേഷ്യം സെന്റർ തീയിടുന്നതിലേക്കും വ്യാപിച്ചു. അക്രമങ്ങൾ പതിവായതോടെ സംസ്ഥാനത്ത് ചില ജില്ലകളിൽ കർഫ്യൂ പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ബിരേൻ പിന്മാറിയില്ല. नोई खर खगी ड्रग की करवा टंगन न नोई खर खगी पॉपी की पैसा ताना बगोना बता नोई ह्यूमन बीइंग से कोई बात के है बने सीधा कोई कंप्रोमाइज हो रही को सी लास्ट वार्निंग ने एनी खुलाई पाइबो वगैरह पाइरो दबो वगैरह 2500ഓളം അനധികൃത കുടിയേറ്റക്കാരെ സർക്കാർ സർവേ തുടങ്ങി മാസങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്തിയിരുന്നു എന്ന് സർക്കാർ രേഖകൾ സൂചിപ്പിക്കുന്നു. മലമ്പ്രദേശത്ത് 800-ലേറെ പുതിയ ഗ്രാമങ്ങൾ നിർമ്മിച്ചതായും ഈ സർവേയിൽ തെളിഞ്ഞു. സംസ്ഥാനത്തെ മലനിരകളിൽ പോപ്പി കൃഷി ചെയ്യുന്നതിൽ 90% കുക്കികളാണെന്ന കണക്കുകളും ഗവൺമെന്റ് പുറത്തുവിടുകയുണ്ടായി. എന്നാൽ സർക്കാരിന്റെ ഇത്തരം നടപടികളെ കുക്കികൾ കടുത്ത സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. തങ്ങളെ നാടുകടത്താനുള്ള സർക്കാർ നീക്കമായി അവർ ഇതിനെ കരുതി. അവരുടെ അത്തരം സംശയങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ചില പ്രതികരണങ്ങളും പിന്നീട് പുറത്തുവന്നു. കുക്കികളുടെ മ്യാൻമാറിലുള്ള ചിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് കുക്കികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി വനമേഖലകൾ കൈയടക്കുന്നത്. അവരിൽ പലരും ആയുധങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ്. ഇവർ സംസ്ഥാനത്തിനും രാജ്യത്തിനും ആപത്താണ്. അതിനാൽ അവരെ നാടുകടത്തണമെന്നാണ് തീവ്ര മെയ്തേയ് വിഭാഗങ്ങളുടെ ആവശ്യം. നാർക്കോ ടെററിസ്റ്റുകൾ എന്ന് കുക്കികളെ അവർ ബ്രാൻഡ് ചെയ്തു. ബ്രിട്ടീഷുകാർ മലനിരകൾക്കും താഴ്വരയ്ക്കുമിടയിൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കുക്കി ഗോത്രവർഗത്തെ കുടിയിരുത്തിയിരുന്നു. അതിനാൽ തന്നെ വരുത്തന്മാരെന്ന് മുമ്പേ ലേബൽ ചെയ്യപ്പെട്ട തങ്ങളെ രണ്ടാം തരക്കാരായി മാത്രമാണ് ബിരേൻ സർക്കാർ പരിഗണിച്ചിരുന്നത് എന്നാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പരിഭവം. അതിനിടയിലാണ് തീവ്രവാദികളെന്നും മയക്കുമരുന്ന് കൃഷിക്കാർ എന്നുമുള്ള ഇപ്പോഴത്തെ വിളികൾ. ഇത് ഇംഫാൽ താഴ്വര. ഇവിടെ മെയ്തേയ് സനാമഹി ഹൈന്ദവ വിശ്വാസികളും മെയ്തേയ് മുസ്ലിമുകളായ പങ്കൽസും മെയ്തേയ് ക്രൈസ്തവരും ഒന്നിച്ചു താമസിക്കുന്നു. ഭരണസിരാ കേന്ദ്രമായ ഇവിടെ നാഗന്മാരും കുക്കികളും മറ്റു ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമുണ്ട്. കലാപത്തിന് തൊട്ടു മുമ്പ് വരെ ഇംഫാൽ താഴ്വര വളരെ ശാന്തമായിരുന്നു. പക്ഷേ അവിടെ ഒരു അഗ്നിപർവ്വതം രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഹിന്ദുത്വ സനാമഹി വർഗീയതയുടെ ആശയങ്ങൾ യുവാക്കളുടെ ഇടയിൽ കുത്തിവെച്ചുകൊണ്ട് 2 തീവ്ര സംഘടനകൾ ഏതാനും മാസങ്ങളായി അവിടെ വിഷവിത്തുകൾ വിതയ്ക്കുന്നുണ്ടായിരുന്നു. അരംബായ് തങ്കോൾ മെയ്തേയ് ലിപൂൺ, മെയ്തേയ് സനാമഹി സത്വത്തിന്റെയും തീവ്ര ഹിന്ദുത്വയുടെയും വക്താക്കൾ. മുഖ്യമന്ത്രിയുടെയും മെയ്തേയ് രാജവംശത്തിന്റെ പിന്തുടർച്ചക്കാരൻ രാജ്യസഭാ MP സനജോബയുടെയും ആശീർവാദത്തിൽ അരംബായ് തങ്കോൾ, മുൻ ABVP പ്രസിഡന്റ് പ്രമോദ് സിംഗിന്റെ നേതൃത്വത്തിൽ മെയ്തേയ് ലിപൂൺ. ഇരു ഗ്രൂപ്പുകളിലുമായി 15,000-ഓളം സജീവ പ്രവർത്തകർ. രാജ്യത്തെ ഹിന്ദു തീവ്ര സംഘടനകളുടെ സ്വാധീനം വംശീയവാദികളായ ഇവരെ വർഗീയവാദികളാക്കി എന്നു വേണം അനുമാനിക്കാൻ. ഒന്നര ലക്ഷത്തിലധികം ക്രൈസ്തവരാണ് മെയ്തേയ് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. തങ്ങളുടെ സ്വന്തക്കാർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് സനാമഹിസത്തിന്റെയും തീവ്ര ഹിന്ദുത്വത്തിന്റെയും വക്താക്കളായ ഇവരെ ഏറെ അസ്വസ്ഥരാക്കിയിരുന്നു. നാഗ, കുക്കി ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് മെയ്തേയ്കൾക്കിടയിൽ ക്രൈസ്തവ വിശ്വാസം പകർന്നു കൊടുത്തിരുന്നത്. അവർ തന്നെയാണ് മെയ്തേയ് ക്രൈസ്തവരുടെ പല ആരാധനാലയങ്ങളും പണിതു കൊടുത്തിട്ടുള്ളത്. മെയ്തേയ് ക്രൈസ്തവരുടെ പല പള്ളികളുടെ നടത്തിപ്പിലും ഗോത്ര വിഭാഗങ്ങളിലെ പാസ്റ്റർമാർ പങ്കാളികളായിരുന്നു. ഈ കുക്കികൾ വളരെ കൃത്യമായി ഈ ഗോസ്പലൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇംഫാൽ താഴ്വരകളിൽ അവർ വന്നിട്ട് സുവിശേഷ പ്രചരണം നടത്തുകയും ധാരാളം ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുവാനിടയായിത്തീരുകയും ചെയ്തു. കഴിഞ്ഞ ഈസ്റ്ററിനോട് ബന്ധപ്പെട്ട് അവിടെ മേത്തി ക്രൈസ്തവരുടെ ഒരു റാലി നടത്താനായിട്ട് ഇടയായി. 1500 ആളുകൾ അതിനകത്ത് പങ്കെടുത്തു. അത് ശരിക്കും ഈ മേത്തി വിഭാഗത്തിൽപ്പെട്ട അരംഗായ് തങ്കോളിനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തി. ആ ഭയം ശരിയായിട്ട് ക്രിയേറ്റീവായിട്ട് കാണിച്ചതാണ് ആ മേത്തി ചർച്ചുകൾ, ക്രിസ്തീയ ചർച്ചുകൾ ഡിമോളിഷ് ചെയ്യുന്നത്.
വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നെങ്കിലും മെയ്തേയ് സത്വം മെയ്തേയ്കളെ ഐക്യത്തിൽ ഒന്നിച്ചു നിർത്തിയിരുന്നു. പക്ഷേ തീവ്ര സംഘടനകളുടെ പ്രവർത്തകർ ഏതാനും നാളുകളായി ഇവരുടെ ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. വിദേശ ദൈവത്തെ ആരാധിക്കുന്നവരാണ് നിങ്ങളെന്ന് ആക്ഷേപിച്ചുകൊണ്ട് കർവാപ്പസി നടപ്പാക്കാൻ തീവ്ര സംഘടനകൾ ഇവരുടെ ഇടയിൽ ശ്രമങ്ങൾ തുടങ്ങി. Some our Meitei community want Meitei people to come back like Garwapasi in Hindu, we can say. They want to come back to our own religion since they thought that Christianity is foreign religion. So they are taking foreign god and they believe in foreign religion. So it destroy our identity or our something like culture like that. So they want Meitei Christian to come back to our Sanamism. രാമാനന്ദ എന്ന മെയ്തേയ് പാസ്റ്ററുടെ സനാമിസം അടക്കമുള്ള വിശ്വാസങ്ങളെ അങ്ങേയറ്റം പരിഹസിച്ച് നടത്തിയ മതവിദ്വേഷ പ്രസംഗം അരമ്പായ് തെങ്കോളിലെ യുവജനങ്ങളെ തെല്ലൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. അവരെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന കൊലവിളി ഫേസ്ബുക്ക് പോസ്റ്റുമായി രാജ്യസഭാ MP സനജോബയും രംഗത്തു വന്നു. തങ്ങളുടെ സ്വത്വവും സംസ്കാരവും മതവിശ്വാസവും സംരക്ഷിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ക്രൈസ്തവ സംഘടനകളുടെ കൂട്ടായ്മകൾ പാസ്റ്ററുടെ പ്രസംഗത്തെ പൂർണ്ണമായും തള്ളി. ഒടുവിൽ പാസ്റ്റർ രാമാനന്ദ മാപ്പ് പറഞ്ഞു. എന്നാൽ അണിയറയിൽ മെയ്തേയ് ക്രൈസ്തവരെ തിരിച്ചുപിടിക്കുന്നതിനുള്ള ആസൂത്രണം നടക്കുന്നുണ്ടായിരുന്നു. മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയവരെ മെയ്തേയ് വിശ്വാസ സംസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് അവർ തീരുമാനമെടുത്തു. കലാപം തുടങ്ങി 2 ദിവസങ്ങൾക്കുള്ളിൽ 251 മെയ്തേയ് പള്ളികൾ തകർക്കപ്പെട്ടതിൽ നിന്ന് മെയ്തേയ് ക്രൈസ്തവരുടെ ആരാധനാലയങ്ങളെയും നടത്തിപ്പുകാരെയും കലാപത്തിനും നാളുകൾക്ക് മുമ്പേ സ്കെച്ച് ചെയ്തിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മണിപ്പൂർ കലാപത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ പ്രധാനമായും ഉന്നയിക്കുന്നത് തകർക്കപ്പെട്ട ഈ പള്ളികളുടെ കണക്കാണ്. മെയ്തേയ് കുക്കി കോൺഫ്ലിക്റ്റ് പെട്ടെന്ന് മെയ് 3 രാത്രി തുടങ്ങുമ്പോൾ അതിന്റെ സൈമിൾട്ടേനിയസ് ആയിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ 247 പള്ളി തകർക്കാനുള്ള പ്രിപ്പറേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. അത് രാജ്യത്തിന് മുന്നിൽ വലിയൊരു ചോദ്യമാണ്. ഒരു ക്ലിയർ ഒരു റിസർച്ച് ഇതിനെക്കുറിച്ചൊക്കെ വളരെ അല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. 1-2 രാത്രിയില് അപ്പൊ ഓരോ സ്ഥലത്ത് ആരെ എവിടെ പോയി ആക്രമിക്കുന്നൊക്കെ ക്ലിയർ ആണ് അല്ലേ? അല്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതിന്റെ പിന്നിലൊക്കെ ക്ലിയർ മെറ്റിക്കുലസ് പ്ലാനിങ്, നമ്മൾ പറയുന്ന സർജിക്കൽ ഓപ്പറേഷൻ. ഇതുകൂടാതെ കുക്കികളുടെ കത്തിയമർന്ന 300 ഗ്രാമങ്ങളോടൊപ്പം 350ഓളം പള്ളികളും തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുക്കികളും പറയുന്നു. മണിപ്പൂർ കലാപം വംശീയമായിരുന്നോ വർഗീയമായിരുന്നോ എന്ന് ചോദിച്ചാൽ വംശീയം എന്ന് തന്നെയാണ് മറുപടി. പക്ഷേ കലാപത്തിനിടയ്ക്ക് വർഗീയ ഘടകങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. We can say by and large it is ethnic conflict, but in the midst of it some communal tone also is actually there, but we cannot simply point out and say this is really communal. We can't say that, but it has certainly played a part in it. ഈ കാണുന്നത് ചുർച്ചാൻപൂർ, കലാപത്തിന്റെ ഉത്ഭവ കേന്ദ്രം, കുക്കി ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ജില്ല. മെയ്തേയ് വിഭാഗത്തിന്റെ ദീർഘനാളായുള്ള ആവശ്യമായ പട്ടികവർഗ പദവി എന്ന വിഷയത്തിന്മേൽ ഹൈക്കോടതി കൈക്കൊണ്ട തെറ്റായ നിർദ്ദേശത്തിനെതിരെ എല്ലാ ട്രൈബൽ വിഭാഗങ്ങളും ഒന്നിച്ചുകൊണ്ട് മലയോര ജില്ലകളിൽ മെയ് 3 ഒരു സമാധാന റാലി സംഘടിപ്പിച്ചിരുന്നു. ഏതാനും നാളുകളായി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടന്നിരുന്ന ചുർച്ചാൻപൂരിലെ റാലിയിൽ വൻ ജനാവലിയാണ് അന്ന് അണിനിരന്നത്. ഉച്ചയോടെ സമാപിച്ച റാലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുക്കികളുടെ ഇടയിലേക്ക് കടന്നുവന്ന
ലോറി ഓടിച്ചിരുന്ന മെയ്തേയ് വിഭാഗക്കാരനായ ഡ്രൈവറും കുക്കികളുമായി തർക്കമുണ്ടായി. അതിന്റെ പ്രതികാരമെന്നോണം കുക്കികളുടെ അഭിമാന സ്തംഭമായ ചുർച്ചാൻപൂർ ബിഷ്ണുപൂർ അതിർത്തിയിലുള്ള ആംഗ്ലോ കുക്കി സെന്റിനറി ഗേറ്റിന്റെ ഒരു ഭാഗത്തിന് അപരിചിതരായ ഏതാനും പേർ ടയർ കൂട്ടി തീയിട്ടു. കലാപത്തിന് തുടക്കം കുറിച്ചത് ഇവിടെയായിരുന്നു. ഇതറിഞ്ഞ ചുർച്ചാൻപൂരിലെ കുക്കികൾ അക്രമാസക്തരായി. അന്ന് മെയ് 3 വൈകിട്ടോടെ കുക്കികൾ മെയ്തേയ് ഗ്രാമങ്ങൾക്ക് തീയിട്ടു. പിന്നീട് മെയ്തേയ്കൾ കൂടുതലായി താമസിക്കുന്ന സമീപ ജില്ലയായ ബിഷ്ണുപൂരിൽ കുക്കി വംശജർക്ക് നേരെ തിരിച്ചടിയുണ്ടായി. അക്രമ സംഭവങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോകുന്നു എന്നറിഞ്ഞ സർക്കാർ സംസ്ഥാനത്ത് ഇന്റർനെറ്റ് ബാൻ ചെയ്തു, കർഫ്യൂ ഏർപ്പെടുത്തി. എന്നാൽ അതിനുള്ളിൽ തന്നെ ചുർച്ചാൻപൂരിൽ കുക്കികൾ മെയ്തേയ് വീടുകളും അമ്പലവും തകർത്തു എന്ന പ്രചരണം ഇംഫാൽ താഴ്വരയിൽ പരന്നു. അതോടൊപ്പം അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന അനേകം ഫേക്ക് ന്യൂസുകളും. മെയ്തേയ് സ്ത്രീകളെ കുക്കികൾ കൂട്ടമായി ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു എന്ന വ്യാജ വാർത്ത താഴ്വരയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ചുർച്ചാൻപൂർ മെഡിക്കൽ കോളേജിൽ മെയ്തേയ് നേഴ്സ് പീഡിപ്പിക്കപ്പെട്ടു എന്നും കൊല്ലപ്പെട്ട മെയ്തേയ് പെൺകുട്ടിയുടേതെന്ന അടിക്കുറിപ്പിൽ ഒരു ചിത്രവും താഴ്വരയിൽ പ്രചരിച്ചു. ബലാത്സംഗ വാർത്തകൾ പൂർണ്ണമായും സംസ്ഥാന DGP ഡോങ്കൽ നിഷേധിച്ചു. പീഡിപ്പിക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ ആശുപത്രിയുടെ മാനേജ്മെന്റും അത്തരം വാർത്തകൾ നിഷേധിച്ചു. എന്നാൽ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ഈ ഫേക്ക് ന്യൂസ് ഫാക്ടറി പ്രവർത്തിപ്പിച്ചിരുന്നത് ആരുടെ മേൽനോട്ടത്തിലായിരുന്നു? കുക്കി സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ വീഡിയോ ചിത്രീകരിച്ചയാളെ കണ്ടെത്തിയ ഭരണ സംവിധാനത്തിന് ക്രൂരമായ ഫേക്ക് ന്യൂസുകൾ നിർമ്മിച്ചവരെ കണ്ടെത്താനാണോ സാധിക്കാത്തത് എന്ന ചോദ്യം ഉയരുകയാണ്. ഒരുപക്ഷെ അത് കലാപം ആസൂത്രണം ചെയ്ത കറുത്ത കൈകൾ ആരുടേതായിരുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഫേക്ക് ന്യൂസ് ഫാക്ടറികൾ ഇനിയും മൂടിവെക്കപ്പെടാൻ തന്നെയാണ് സാധ്യത. അരമ്പായ് തങ്കോൾ മെയ്തേയ് ലിബൂൺ യുവാക്കൾ കലാപത്തിനും ഏറെ നാളുകൾക്ക് മുമ്പേ അതിനുവേണ്ടി സർവസജ്ജരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അവർ പോലീസിന്റെ ആയുധപ്പുരകൾ കൊള്ളയടിച്ചു, അല്ല ആയുധങ്ങൾ വിതരണം ചെയ്യപ്പെട്ടു. ആയിരക്കണക്കിന് യുവാക്കൾ ആയുധങ്ങളുമായി ഇംഫാൽ താഴ്വരയിൽ അഴിഞ്ഞാടി. മെയ്തേയ് സ്ത്രീകളുടെ കൂട്ടായ്മയായ മേരാ പാബീസ് തങ്ങളുടെ പഴയ പോരാട്ടവീര്യം പുറത്തെടുത്തു. പട്ടാള നിയമത്തിനെതിരെ നഗ്നരായി പ്രക്ഷോഭം നടത്തി വീരവനിതകളായി വാഴ്ത്തപ്പെട്ടവരുടെ പിൻതലമുറക്കാർ തങ്ങളുടെ പെൺകുട്ടികളെ നഗ്നരാക്കി പുരുഷ മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുത്തു എന്ന് കുക്കികൾ ആരോപിക്കുന്നു. പട്ടാളത്തിന് ഇടപെടാൻ സാധിക്കാത്ത വിധത്തിൽ മേരാ പാബീസ് കലാപകാരികൾക്ക് കവചമായി നിന്നു. 30 കുക്കി സ്ത്രീകൾ പീഡനങ്ങൾക്കിരയായി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പലരും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. Along with the Mera Paibis, they have killed our children, they have molested them, they raped them, they killed them. നിങ്ങളുടെ ആളുകൾ ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾ നിങ്ങളോടും ചെയ്യും എന്നതായിരുന്നു സ്ത്രീകളടക്കമുള്ള മെയ്തേയ് കലാപകാരികളുടെ ന്യായീകരണം. ഗ്രാമങ്ങൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ എല്ലാം അവർ കത്തിച്ച് ചാമ്പലാക്കി. കുക്കി ഗോത്രത്തിലെ പുരുഷന്മാരെ വെടിവെച്ചിട്ട് കത്തിച്ചു. ഇംഫാലിൽ നടന്നത് ആസൂത്രിതമായ ആക്രമണങ്ങളായിരുന്നു. മെയ് 4, 5 തീയതികളിലായി കുക്കികളും നാഗന്മാരുമൊക്കെയായി മെയ്തേയ് ക്രൈസ്തവർക്ക് നിർമ്മിച്ചു കൊടുത്ത ചെറുതും വലുതുമായ 251 പള്ളികളും താഴ്വരയിലെ കുക്കികളുടെ 10ഓളം പള്ളികളും തകർത്തു. 3 കത്തോലിക്ക ദേവാലയങ്ങൾ, സ്കൂളുകൾ, സന്യാസി മഠം, ഹോസ്റ്റലുകൾ, വൈദിക മന്ദിരം, പാരിഷ് ഹാൾ എന്നിവയെല്ലാം കൂട്ടത്തിൽ ആക്രമിക്കപ്പെട്ടു. കൃത്യമായ ആസൂത്രണവും നാളുകളായി നടത്തിവന്ന തയ്യാറെടുപ്പുകളും ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ്. പിന്നീട് കുക്കി ഭൂരിപക്ഷ മേഖലകളിൽ മെയ്തേയ്കൾക്ക് നേരെ വലിയ തോതിൽ ആക്രമണങ്ങളുണ്ടായി.
എന്നാൽ കലാപത്തിന്റെ ആദ്യ നാളുകളിൽ തങ്ങളുടെ ഇടയിൽ താമസിച്ചിരുന്ന മെയ്തികൾക്ക് അവർ കാര്യമായ ജീവഹാനി ഉണ്ടാക്കിയില്ല. മെയ്തേയ് ഗ്രാമങ്ങൾ അവർ അഗ്നിക്കിരയാക്കി. മെയ്തേയ്കളുടെ 17ഓളം സനാമഹി ഹൈന്ദവ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു. മെയ്തേയ്കളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അവർ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി. വലിയ കെട്ടിടങ്ങൾ സ്ഫോടനം നടത്തി തകർത്തു. കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായ ചുർച്ചാൻപൂരിലും മോറൈ ജില്ലയിലുമാണ് കുക്കികൾ കൂടുതൽ അക്രമകാരികളായത്. ചുർച്ചാൻപൂരിൽ മെയ്തേയ് ഗ്രാമങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. കുക്കികൾ തങ്ങളുടെ സ്വന്തം സഹോദര വിശ്വാസികളായ മെയ്തേയ് ക്രൈസ്തവരെ പോലും വെറുതെ വിട്ടില്ല. 1000ഓളം വരുന്ന മെയ്തേയ് ക്രൈസ്തവരുടെ 200ഓളം വീടുകളും സ്ഥാപനങ്ങളും അവർ അഗ്നിക്കിരയാക്കി. 4 മെയ്തേയ് പള്ളികളും കൂട്ടത്തിൽ തകർക്കപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചുർച്ചാൻപൂരിൽ ആരുടെയും ആരാധനാലയങ്ങൾ തങ്ങൾ ആക്രമിച്ചിട്ടില്ല എന്ന് അവകാശപ്പെടുന്ന കുക്കികൾ 13 മെയ്തേയ് പള്ളികളും ചുർച്ചാൻപൂരിലെ ഏക അമ്പലമായ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രവും അവിടെ തന്നെയുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ അമ്പലം കുക്കികൾ തകർത്തു എന്ന ഫേക്ക് ന്യൂസ് നേരത്തെ ഇംഫാലിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. മെയ്തേയ് ക്രൈസ്തവരുടെ പള്ളികൾ ഇംഫാലിൽ തകർക്കപ്പെട്ടത് ക്രൈസ്തവരായ കുക്കി സായുധധാരികളെ കാര്യമായി അസ്വസ്ഥതപ്പെടുത്തിയില്ല. എന്നാൽ തങ്ങളുടെ പള്ളികൾ തകർക്കപ്പെടാൻ കാരണം കുക്കികളാണെന്നും മെയ്തേയ് തീവ്ര ഗ്രൂപ്പുകളും കുക്കികളും തങ്ങളെ ഒരുപോലെ ആക്രമിച്ചെന്നും മെയ്തേയ് ക്രൈസ്തവർ ആരോപിക്കുന്നു. Meitei people thought that Kuki are Christians. So when Kuki people started killing people and burning houses, and one Meitei sacred place, that is we can say mandir, temple. So in revenge, Meitei people got angry and they cannot take revenge to the Kuki. So they take revenge to the Meitei people, those who are Christian. Because we are Kukis also Christian and Meitei also Christian, like that they thought that, so as a religious view they start persecuting the Meitei churches and Meitei believers here. കലാപത്തിന്റെ തുടക്കത്തിൽ വലിയ തോതിൽ ആക്രമണമുണ്ടായത് ഇംഫാൽ താഴ്വരയിൽ താമസിച്ചിരുന്ന കുക്കികൾക്ക് നേരെയായിരുന്നെങ്കിൽ പിന്നീട് ചിത്രം മാറി. കുക്കികൾ ശക്തമായി തിരിച്ചടിച്ചു. കുക്കികൾ അതിർത്തികളിലെ ആയുധ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നും ആയുധങ്ങൾ ശേഖരിച്ചതായും സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻ പ്രകാരം മുദ്രവെച്ചിരുന്ന ആയുധ ശേഖരത്തിൽ നിന്നും ആയുധങ്ങൾ പുറത്തെടുത്തതായും മെയ്തികൾ ആരോപിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുവിഭാഗവും തങ്ങളുടെ ഇടയിലുള്ള എതിർവിഭാഗത്തിന്റെ ഗ്രാമങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു. മെയ്തികൾ ലോറികളിൽ കൂട്ടമായി പോയി കുക്കി ഗ്രാമങ്ങളിൽ ചെന്ന് തീയിട്ടു. കുക്കികൾ തിരിച്ചും. മലയോര ഗ്രാമങ്ങളിൽ കുക്കി മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് വെടിവെപ്പ് തുടങ്ങി. ഇരുവിഭാഗത്തും വില്ലേജ് ഗാർഡുകൾ സജീവമായി, ശത്രു രാജ്യങ്ങളിലെ അതിർത്തി പ്രദേശം പോലെ. ഇതിനിടയിൽ കുക്കികളുടെ ഗ്രാമങ്ങൾ കത്തിച്ച് മടങ്ങുകയായിരുന്ന മെയ്തേയ് കലാപകാരികളെ പള്ളിക്കുള്ളിൽ വെച്ച് കുക്കികൾ ആക്രമിച്ചു. ഔദ്യോഗിക കണക്ക് പ്രകാരം 9 പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ 10 മടങ്ങ് ആൾനാശമുണ്ടായതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കലാപത്തിൽ ബലാത്സംഗ കൊലകളടക്കം ഏറ്റവും മൃഗീയമായ ആക്രമണങ്ങൾ നടന്നത് ഇംഫാൽ താഴ്വരയിലും സമീപ ജില്ലകളിലുമാണ്. കുക്കികൾ ആക്രമിച്ച് വികൃതമാക്കിയ മൃതശരീരങ്ങളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തങ്ങളെ ആക്രമിക്കാൻ വന്നവരെ മാത്രമാണ് തങ്ങൾ വെടിവെച്ചിട്ടത് എന്നാണ് കുക്കികളുടെ ഭാഷ്യം. So far, we the Kuki people, we never provoke anyone. Our volunteers, we never go and attack the Meiteis. Only till this time, we are only defending ourselves. തങ്ങളുടെ വാസസ്ഥലത്ത് ഒരു മെയ്തേയ് വീടോ സ്ഥാപനമോ അവശേഷിപ്പിക്കാതിരിക്കാൻ കുക്കികൾ ശ്രദ്ധിച്ചു. മെയ്തികൾ ഒറ്റുകാരാകും എന്നതാണ് അവരുടെ ഭയം. താഴ്വരയിൽ ഒരു കുക്കി പോലും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ മെയ്തികളും ശ്രദ്ധിച്ചു. സംസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷനിൽ പോലും ഇതേ വിഭജനം പ്രതിഫലിച്ചു. ഇംഫാൽ താഴ്വരയിൽ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് നടന്നത്. തലയ്ക്ക് വെടിയേറ്റ തന്റെ 7 വയസ്സ് മാത്രമുള്ള പൊന്നോമന കുഞ്ഞിനെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസിൽ പുറപ്പെട്ട മെയ്തേയ് ക്രൈസ്തവ യുവതിയെയും മകനെയും അവരുടെ മെയ്തേയ് ക്രൈസ്തവ യുവതി തന്നെയായ കൂട്ടുകാരിയെയും ആംബുലൻസിനുള്ളിൽ വെച്ച് മെയ്തേയ് കലാപകാരികൾ തീയിട്ട് കൊലപ്പെടുത്തി. വെടിയേറ്റ കുഞ്ഞിന്റെ അച്ഛൻ കുക്കിയായതാണ് ആക്രമണത്തിന് കാരണമായത്.
ഡേവിഡ് തീക്ക് എന്ന 33-കാരനായ കുക്കി യുവാവിനെ കൊലപ്പെടുത്തി കഴുത്തറുത്ത് വേലിയിൽ തല കുത്തി നിർത്തിയതും മെയ്തേയ് കലാപകാരികളാണ്. ഡേവിഡിന്റെ മുറിച്ചെടുത്ത തല കയ്യിൽ പിടിച്ച് നടന്നത് പ്രമുഖ മെയ്തേയ് BJP MLAയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു എന്ന സൂചനകളുണ്ട്. ജൂലൈ 5-ന് സ്കൂളുകൾ തുറന്ന ദിവസം സ്കൂൾ പരിസരത്ത് വന്ന മനോനില തെറ്റിയ ഒരു കുക്കി സ്ത്രീയെ മനുഷ്യ ബോംബെന്നാരോപിച്ച് മെയ്തേയ് കലാപകാരികൾ ദാരുണമായി കൊല ചെയ്തു. കൂടെയുണ്ടായിരുന്ന കുക്കികളെല്ലാം താഴ്വര വിട്ടുപോയിട്ടും അവർ ഇംഫാലിൽ തന്നെ തുടരുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാനസിക പ്രശ്നമുള്ള ഒരു നാഗ സ്ത്രീയെയും കുക്കിയാണെന്ന് കരുതി കലാപകാരികൾ അതിക്രൂരമായി കൊലപ്പെടുത്തി. ഇതിനിടയിലാണ് നഗ്ന പരേഡിന്റെയും ക്രൂര പീഡനങ്ങളുടെയും വീഡിയോകൾ പുറത്തു വന്നത്. രാജ്യം ലോകത്തിനു മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തിയ ദിവസം. പ്രധാനമന്ത്രിക്ക് നിശബ്ദത വെടിഞ്ഞ് ലോകത്തിനു മുമ്പിൽ തല കുനിക്കേണ്ടി വന്നു. मेरा हृदय पीड़ा से भरा हुआ है, क्रोध से भरा हुआ है. मणिपुर की जो घटना सामने आई है, किसी भी सभ्य समाज के लिए ये शर्मसार करने वाली घटना है. മുഖ്യമന്ത്രിയുമായുള്ള മീറ്റിംഗിന് ശേഷം മടങ്ങുകയായിരുന്ന കുക്കി BJP MLA കലാപത്തിന്റെ തുടക്കത്തിൽ തന്നെ മെയ്തേയ് ജനക്കൂട്ടം ആക്രമിച്ചു. ഡ്രൈവർ കൊല്ലപ്പെട്ടു. ക്രൂരമായ ആക്രമണത്തിനിരയായ അദ്ദേഹം ഒരു ഭാഗം തളർന്ന് ഇപ്പോഴും ചികിത്സയിലാണ്. കേന്ദ്രത്തിന്റെ നിലപാടുകളിൽ അസംതൃപ്തരായ മെയ്തേയ് കലാപകാരികൾ പിന്നീട് കേന്ദ്രമന്ത്രിയുടെ വീടും അഗ്നിക്കിരയാക്കുകയുണ്ടായി. ബീരേന്റെയും കേന്ദ്രത്തിലെ ഉന്നതരുടെയും ധാതു ഖനനത്തിനുള്ള താൽപര്യങ്ങളാണ് മലയോര മേഖലയിലെ കുക്കി വിഭാഗത്തിന്റെ ഒഴിപ്പിക്കലുകൾക്ക് പിന്നിലെന്ന് ആരോപിക്കുന്നുണ്ട്. ഹിന്ദുത്വ അജണ്ട മണിപ്പൂരിൽ നടപ്പാക്കാൻ നടത്തിയ തയ്യാറെടുപ്പുകളാണ് വൻ കലാപത്തിലേക്ക് വഴുതി വീണതെന്ന് കരുതുന്ന ആളുകളുമുണ്ട്. ബീരേനും കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കുന്നവരിലെ ഉന്നതരും തമ്മിലുള്ള കൂട്ടുകൃഷിയുടെ പരിണിത ഫലമാണ് കലാപമെന്ന് പറയുന്നവർ ചിലരുടെ മൗനത്തെയും കലാപം നിയന്ത്രിക്കുന്നതിൽ അവർ കാണിച്ച ആലസ്യത്തിന്റെയും കാരണം അതിൽ കണ്ടെത്തുന്നു. അരമ്പായ് തെങ്കോൾ, മെയ്തേയ് ലിപൂൺ എന്നീ സംഘടനകളുടെ കലാപത്തിലെ പങ്കെന്ത്? ആരാണ് കലാപകാരികളെ നിയന്ത്രിച്ചത്? ഇതിന് ഉത്തരം ലഭിച്ചാൽ മണിപ്പൂർ കലാപത്തിന്റെ ഭൂരിഭാഗം സംശയങ്ങൾക്കും വ്യക്തത ലഭിക്കും. കലാപം തുടരുന്നതിലും മലയോര മേഖലകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിലും മ്യാൻമാർ കുടിയേറ്റക്കാരുടെയും നാർക്കോട്ടിക് ലോബിയുടെയും കുക്കി മിലിറ്റന്റ് ഗ്രൂപ്പുകളുടെയും പങ്കും പുറത്തു വരേണ്ടതുണ്ട്. ഇംഫാലിലെ മെയ്തേയ് മുസ്ലിം പങ്കൽസും അവർക്കിടയിലുള്ള രോഹിംഗ്യനുകളും ഈ കലാപത്തിന് എരിവ് പകർന്നു എന്ന ആരോപണങ്ങളും ചില കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുവെങ്കിലും അതിനെ സാധൂകരിക്കുന്ന സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും പങ്കൽസാണ് എന്നതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ ദിവസം മെയ്തേയ് വിഭാഗം സംഘടിപ്പിച്ച മാസ് റാലിയിലും പങ്കൽസിന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. കുക്കികൾ മാസങ്ങളായി അനാവശ്യ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് സർക്കാർ വാദം. വനമേഖലയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന നടപടികൾ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും നടന്നിട്ടുണ്ടെന്ന് ബീരേൻ പറയുന്നു. പോപ്പി കൾട്ടിവേഷന്റെ 90% കുക്കി മേഖലയിലാണെന്നും ബീരേൻ ഡേറ്റ നിരത്തി പറയുന്നു. എന്നാൽ മണിപ്പൂരിലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടികളെടുത്ത മെയ്തേയ്ക്കാരിയായ മുൻ SP തൗന വോജം ബ്രിണ്ട അടക്കമുള്ളവർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് ഡ്രഗ് മാഫിയയുടെ ഭാഗവും അവരുടെ മുഖ്യ രക്ഷാധികാരിയുമാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കെതിരെയും അവർ ഇതേ ആരോപണം ഉന്നയിക്കുന്നു. No, he is not fighting. He is a part of it. He is a part of the drug cartel. He is protecting them. He is their patron. കുക്കി മേഖലകളിൽ അഭൂതപൂർവമായ ജനസംഖ്യാ പെരുപ്പം ഉണ്ടായിട്ടുള്ളതായി ബീരേൻ മാത്രമല്ല നാഗന്മാരും ആരോപിക്കുന്നു. NRC സംസ്ഥാനത്ത് നടപ്പാക്കാൻ നാഗന്മാരും മെയ്തികളും ഒരുപോലെ ആവശ്യപ്പെടുന്നു. കലാപത്തിന്റെ ആരംഭത്തിൽ നഷ്ടം ഏറെ സംഭവിച്ചത് കുക്കികൾക്കാണ്. എന്നാൽ കുക്കികൾ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്. മെയ്തേയ് ഭൂരിപക്ഷ ഭരണ സംവിധാനത്തിൽ നിന്നും മാറിയുള്ള സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന കടുത്ത നിലപാടിലാണ് ഇപ്പോൾ കുക്കികൾ. എന്നാൽ മെയ്തികൾ ഈ ആശയത്തെ ശക്തമായി എതിർക്കുന്നു. What we exactly like is the separate administration, total separate administration from the
Manipur government, because Manipur government, as you all know, the chief minister is the one who is attacking us. He is the one who is sponsoring all the Lipuns, whomever we call the Mera Paibis or the Meitei Lipuns or the Arambai Tingle and all, along with the commandos. They keep on attacking us. So the only solution, the only way for peace is separate, total separation. Government of India has to arrange an alternative arrangement in the form of Kuki state or Kuki union territory for peace. This is the only option for peace, to bring peace in the state of Manipur. കുക്കികൾക്ക് ഇപ്പോഴും പ്രധാനമന്ത്രിയിൽ വിശ്വാസമുണ്ട്. പ്രധാനമന്ത്രി തങ്ങളുടെ കൂടെയാണെന്ന് അവർ കരുതുന്നു. മെയ്ത്തികളാകട്ടെ മുഖ്യമന്ത്രി ബിരേനെയാണ് വിശ്വാസം. പക്ഷേ പ്രശ്ന പരിഹാരത്തിന് കേന്ദ്രത്തിന്റെ ഇടപെടലിനു വേണ്ടി അവരും കാത്തിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തെയും ആസാം റൈഫിൾസ് അടക്കമുള്ള പാരാമിലിറ്ററി വിഭാഗങ്ങളെയും കുക്കികൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ കമാൻഡോകളെ മെയ്ത്തൈ ചാരന്മാരായാണ് കുക്കികൾ കാണുന്നത്. മെയ്ത്തികളാകട്ടെ പാരാമിലിറ്ററി ഫോഴ്സുകളെ നാടുകടത്തണമെന്നും മണിപ്പൂർ പോലീസിനെ സുരക്ഷാ ചുമതല പൂർണ്ണമായും ഏൽപ്പിക്കണമെന്നും വാശി പിടിക്കുകയാണ്. മണിപ്പൂർ കലാപം ഹിന്ദു ക്രിസ്ത്യൻ കലാപമാക്കി ചിത്രീകരിക്കാൻ തുടക്കം മുതൽ ശ്രമങ്ങളുണ്ടായി എന്നത് വാസ്തവമാണ്. വടക്കേ ഇന്ത്യയിൽ തീവ്ര ഹിന്ദു സംഘടനകളും തെക്കേ ഇന്ത്യയിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നീട് പലരും അത് ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ കലാപം വർഗീയമല്ലെന്ന് കുക്കികളും മെയ്ത്തികളും ഒരുപോലെ പറയുന്നു. മെയ്ത്തികൾ കലാപത്തിന് പിന്നിൽ കുക്കികളെ കുറ്റപ്പെടുത്തുമ്പോൾ കലാപത്തിനിടയാക്കിയ രാഷ്ട്രീയ കാരണങ്ങളാണ് കുക്കികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൈസ്തവരായ നാഗന്മാരുടെ പള്ളികളും ഇംഫാൽ കത്തീഡ്രലും താഴ്വരയിൽ തലയുയർത്തി നിൽക്കുന്നത് കാണിച്ച് ഇത് വർഗീയ കലാപമല്ലെന്ന് മെയ്ത്തികൾ വാദിക്കുന്നു. കുക്കി വിരോധമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മെയ്ത്തൈ പള്ളികൾ കൂട്ടമായി തകർത്തുവെന്ന് കലാപത്തിനുള്ളിലെ വർഗീയത കാണുന്നവർ തിരിച്ചു ചോദിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയ കാരണങ്ങളാൽ ആരംഭിച്ച വംശീയ കലാപത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ആരോ ചിലർ തങ്ങളുടെ വർഗീയ അജണ്ടകൾ ഇംഫാലിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ആദ്യ ദിനങ്ങളിൽ ഇംഫാലിൽ നശിപ്പിക്കപ്പെട്ട മെയ്ത്തൈ ക്രൈസ്തവരുടെ 251 പള്ളികളും കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളും വർഗീയ ആക്രമണത്തിന്റെ നേർസാക്ഷ്യങ്ങളായി ഇന്നും നിലകൊള്ളുന്നു. കാരണം മുൻകൂട്ടിയുള്ള ആസൂത്രണമില്ലാതെ ഇത്രയും പള്ളികൾ തിരിച്ചറിയാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൂട്ടമായി എത്തിയ കലാപകാരികൾക്ക് സാധിക്കുകയില്ല. സർക്കാർ ആയുധ ശേഖരത്തിൽ നിന്ന് പിടിച്ചെടുത്ത 4000-നും 6000-നും ഇടയിലുള്ള തോക്കുകളുമായി മെയ്ത്തികളും ഇന്ത്യക്ക് പുറത്തുനിന്നടക്കമുള്ള ആയുധശേഖരവുമായി കുക്കികളും ഇരുകൂട്ടരുടെയും സഹായത്തിനായി ഇവർക്കിടയിൽ സ്ത്രീകളും കലാപഭൂമിയിൽ അണിനിരക്കുമ്പോൾ ഈ കലാപം എങ്ങനെയാണ് അവസാനിപ്പിക്കാനാകുക? ഇവിടെ കൊല്ലപ്പെട്ടത്, പീഡനങ്ങൾക്കിരയായത്, വിഭജിക്കപ്പെട്ടത് കുക്കികളല്ല, മെയ്ത്തികളല്ല, പച്ച മനുഷ്യരാണ്. അത് ഗ്രഹിക്കാൻ കഴിയാത്തിടത്താണ് ഭരണകൂടത്തിന്റെ പരാജയം. ഇരുവിഭാഗത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ചർച്ചകളിലൂടെയും മറ്റും മുറിവുകൾ ഉണക്കുന്ന പ്രക്രിയ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു.